നമ്മുടെ പ്രശസ്ത കവി ഗണപൂജാരി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഭാഗ്യം ചെയ്ത അച്ഛനമ്മ അതേ പറയാം. ഞാനിവരെ നോക്കിയിട്ട് ഭിന്നശേഷിക്കാരെന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശേഷിയുള്ളവരെന്ന് പറഞ്ഞിട്ട് കുറെ ഒരു സമൂഹം നമ്മുടെ ചുറ്റിൽ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം കാണിക്കുമ്പോൾ നല്ല ശേഷിയുള്ളവരായ അച്ഛനമ്മമാരുടെ പ്രിയപ്പെട്ട മക്കളായി നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്ത് വാത്സല്യത്തോടെ ഇരിക്കുന്ന നല്ല ശേഷിയുള്ള മക്കളായി. അതുകൊണ്ട് അവരെ നല്ല ശേഷിയുള്ള മക്കൾ. ശേഷിയുള്ളതെന്ന് പറഞ്ഞ കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാസ്തര ലോകത്തിലെത്തി പ്രണയത്തിലകപ്പെട്ടും വഴിയിൽ വിട്ടുപോകുന്ന വണ്ടികളിൽ പോയി കേസുണ്ടാക്കി രക്ഷകർത്താക്കളെ ഭ്രാന്ത് പിടിപ്പിച്ച് നടക്കുന്ന ശേഷിയുള്ളവരെക്കാൾ നല്ലതാണ് ഈ നല്ല ശേഷിയുള്ള കുട്ടികളെന്ന് അന്തസ്സോടെ നിങ്ങൾ ഉൾക്കൊള്ളാൻ. അവിടെയാണ് നിങ്ങൾ ഞാൻ ദൈവങ്ങളെ സ്നേഹമാണ് അഖിലസാരമുടിയിൽ സ്നേഹിക്കാൻ ഉണ്ണി ഇനി നിങ്ങൾ ദ്രോഹിക്കുന്ന ജനത്തെയൊന്ന് കവിത്വം പാടി പറഞ്ഞ മണ്ണില് സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വാരികളുടെ എല്ലാ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? നമ്മുടെ മക്കൾ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടാം, നമ്മളെ ഒരുപാട് സ്നേഹിക്കണം. ഇതിനപ്പുറത്ത് എത്രയാ സ്നേഹിക്കേണ്ടത്? എത്ര തവണ തോളെ കഴിഞ്ഞിട്ട് ചാഞ്ഞിരിക്കുന്നില്ലേ? അവിടെ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചാഞ്ഞിരിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, മുത്തം തരുന്നു. ഒരമ്മയ്ക്ക് അതിനപ്പുറത്ത് ഉണ്ടാവുക. ഈ തിരിച്ചറിവിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. നിങ്ങളുടെ ഓരോ കുട്ടികളിൽ എഡിസണുണ്ട്, സ്റ്റാലിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ചില ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന നന്മയുടെ വിത്തുകളുണ്ട്. അവരെ ചെടികൾ നടാനും മരങ്ങൾ നടാനും അവരുടെ കഴിവുകൾ കണ്ടെത്തി കൊണ്ടുപോകുമ്പോഴും ഒക്കെ ലോകം കീഴടക്കാൻ അവർക്ക് ആവുന്നുണ്ടാവും. അതിനുവേണ്ടി അവരെ പരിശീലിക്കാനും പ്രാപ്തിയാക്കി എടുക്കുവാനുള്ള ബോധമായി അച്ഛനമ്മ മാറിയാൽ മതി. നമ്മളൊരിക്കലും നമ്മുടെ കുഞ്ഞിന് നമുക്ക് എന്തെങ്കിലും വന്നുപോയ ആരുണ്ട് എന്ന് ആലോചിച്ച് ചിന്തിക്കാനേ പാടില്ല. നമ്മുടെ കുഞ്ഞ് സത്യവും നേടി അവരെ നിഷ്കളങ്കര, അവരിൽ കള്ളമില്ല. അതിനപ്പുറത്തൊരു ദൈവമുണ്ട്. ദൈവം കള്ളമില്ലാത്ത ആളല്ലേ. അവരാരെങ്കിലും എവിടെയെങ്കിലും ജാതി പറഞ്ഞോ, മതം പറഞ്ഞോ, രാഷ്ട്രീയം പറഞ്ഞോ, വർഗം പറഞ്ഞോ, വർണ്ണം പറഞ്ഞോ യുദ്ധത്തിന് പോകുന്നുണ്ടോ? അവരെവിടെയെങ്കിലും ചെന്ന് കടി ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകൻ ഇന്നതുപോലെ അല്ല നിങ്ങളുടെ മകൾ ഇന്നതുപോലെ ദോഷം ചെയ്യുന്നു പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്കൂളുകാർ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടത്തെയല്ലേ നിങ്ങൾ ഭാഗ്യം ചെയ്യുന്നത്. ആ ഭാഗ്യമാണ് നിങ്ങൾക്കുള്ളതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അവരെ ഭിന്നശേഷിക്കാരെന്ന് വിശേഷിപ്പിക്കരുത്. നല്ല ശേഷിയുള്ള നമ്മുടെ പൊന്നുകളാണ് വിശേഷിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.